ലോകരാജ്യങ്ങളെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് ഇറാൻ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. 2000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടെയുള്ള വൻ സന്നാഹങ്ങളുമായി ഇറാൻ കളം നിറഞ്ഞു നിൽക്കുകയാണ്. ഹൈബറും സിജിയിലും അടക്കം ഹൈബർ ഷക്കാൻ മുതൽ ഹജ്ജ് ഖാസിം വരെ നീളുന്ന ഇറാന്റെ മാരകായുധങ്ങളുടെ കരുത്തറിയാം. ഇറാന്റെ ആയുധ ശേഖരത്തിൽ 2000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള 8 തരം പ്രധാന മിസൈലുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ സിജിൽ, ഹൈബർ എന്നിവയാണ് പ്രഹരശേഷിയുള്ളവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. സിജിൽ ഇറാന്റെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയായ മിസൈലുകളിൽ ഒന്ന്. 2 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഖര ഇന്ധന മിസൈലാണിത്. ഏകദേശം 2000 മുതൽ 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിനെ അതിവേഗത്തിൽ വിക്ഷേപിക്കാൻ സാധ്യമാകും. മറ്റൊന്ന് ഹൈബർ. കൊറോം ഷഹർ മിസൈൽ കുടുംബത്തിലെ 4ാം തലമുറ മിസൈലാണിത്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് 1500 കിലോഗ്രാം ഭാരമുള്ള യുദ്ധമുന വഹിക്കാൻ ശേഷിയുണ്ട്. കൂടാതെ ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ വെട്ടിക്കാൻ പ്രത്യേക കഴിവുമുണ്ട്. മറ്റൊന്ന് കൊറോം ഷഹർ. 2000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ഇറാനിയൻ ദ്രാവക ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണിത്. ശത്രുക്കളുടെ റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യത്തിലെത്താനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു മാറ്റാനും ഇതിന് ശേഷിയുണ്ട്. കൂടാതെ ഒന്നിലധികം യുദ്ധമുനകൾ വഹിക്കാനും ഇതിനെ കൊണ്ട് സാധിക്കും. മറ്റൊന്ന് ഇമാദ്. ഇറാന്റെ ആദ്യത്തെ കൃത്യതയാർന്ന ദീർഘദൂര മിസൈലാണിത്. 1700 മുതൽ 2000 കിലോമീറ്റർ ആണ് ഇതിന്റെ പരിധി. ലക്ഷ്യസ്ഥാനത്ത് അതീവ കൃത്യതയോട് കൂടിയിട്ട് ഇതിന് പതിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന് ഷഹാബ് 3. ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ഏറ്റവും പരിചിതമായ പേര്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പുകൾ 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട്. മറ്റൊന്ന് ഖദർ 110. ഷഹബ് 3 മിസൈലിന്റെ ഏറ്റവും മെച്ചപ്പെടുത്തിയ രൂപമാണിത്. ഏകദേശം 1800 മുതൽ 2000 കിലോമീറ്റർ പരിധിയുള്ള ഇത് വളരെ വേഗത്തിൽ സജ്ജമാക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് ഫത്താഹ്. ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളാണിത്. ശബ്ദത്തെക്കാൾ 13 മുതൽ 15 വരെ ഇരട്ടി വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. ഇതിന്റെ ദൂരപരിധി 1400 കിലോമീറ്ററുകൾ ആണെങ്കിലും അതിന്റെ പുതിയ ചില പതിപ്പുകൾക്ക് അതിനേക്കാൾ ദൂരത്തേക്ക് എത്താൻ സാധിക്കും. മറ്റൊന്ന് പാവോ ക്രൂയിസ് മിസൈലുകൾ. പുതുതായി വികസിപ്പിച്ച ക്രൂയിസ് മിസൈലുകളാണിത്. ഏകദേശം 1650 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ താഴ്ന്നു പറന്ന് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധം തകർക്കാൻ ശേഷിയുള്ളതാണ്. കൂടാതെ ഈ മിസൈലുകൾക്ക് കൂട്ടത്തോട് ആക്രമിക്കാനും ആക്രമണ സമയത്ത് പരസ്പരം ആശയവിനിമയം നടത്താനും ശേഷിയുണ്ട്. ഇവ കൂടാതെ ഹൈബർ ഷക്കാൻ, ഹജ്ജ് ഖാസിം തുടങ്ങിയ മിസൈലുകളും ഇറാന്റെ കരുത്തുറ്റ ആയുധ ശേഖരത്തിന്റെ ഭാഗമാണ്. ഈ 2 മിസൈലുകളും ദ്രാവക ഇന്ധനത്തിന് പകരം ഖര ഇന്ധനം ഉപയോഗിക്കുന്നു എന്നതാണ് ഇവയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത. ഈ മിസൈലുകൾ വിക്ഷേപിക്കാൻ ദ്രാവക ഇന്ധന മിസൈലുകളെ പോലെ മണിക്കൂറുകളൊന്നും വേണ്ട, മറിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇവ തയ്യാറായി വിക്ഷേപിക്കാൻ സാധിക്കും. ഹൈബർ ഷക്കാൻ ഇറാന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും വികസിതവും അപകടകാരിയുമായ മിസൈലുകളിൽ ഒന്ന്. ഹൈബർ തകർക്കുന്നവൻ എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഇതിന്റെ പ്രഹരശേഷി ഏകദേശം 1450 കിലോമീറ്റർ ആണ്. ഇറാന്റെ മണ്ണിൽ നിന്നും തൊടുത്താൽ ഇസ്രായേലിന്റെ ഏതു ഭാഗത്തും എത്താൻ കഴിയും വിധമാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. റഡാറുകളെ വെട്ടിക്കാനുള്ള ശേഷിയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദിശ മാറ്റാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതുവഴി കൃത്യമായ ലക്ഷ്യം കാണാൻ ഇതിന് സാധിക്കും. മാത്രമല്ല സമാനമായ മറ്റു മിസൈലുകളെ അപേക്ഷിച്ച് ഇതിന് ഭാരം കുറവാണ്. അതിനാൽ ഒരേ സമയം കൂടുതൽ വാഹനങ്ങളിൽ ഈ മിസൈലുകളെ കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊന്ന് ഹജ്ജ് ഖാസിം. 2020 കൊല്ലപ്പെട്ട ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയുടെ സ്മരണാർത്ഥം പേരിട്ട മിസൈലാണിത്. ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. 500 കിലോയോളം വരുന്ന വലിയ യുദ്ധമുനകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഹജ്ജ് ഖാസിം മിസൈലിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് 2025 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമുണ്ട്. അതായത് ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി കണ്ടറിഞ്ഞ് ആക്രമിക്കാൻ ഇവകൾക്ക് സാധിക്കും. റൺവേകൾ, വിമാനം സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ തുടങ്ങിയ കൃത്യമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇത് ഏറെ അനുയോജ്യമായ ഒന്നാണ്. 2026 ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കലുള്ള ഇത്തരം മിസൈലുകളുടെ എണ്ണവും അവയുടെ കൃത്യതയും വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈൽ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഇറാൻ ഇവയെ പരിഷ്കരിക്കുന്നത്. ലക്ഷ്യസ്ഥാനം ചാരമാക്കാൻ മിനിറ്റുകൾ പോലും ആവശ്യമില്ലാത്ത ഹൈബർ ഷക്കാനും ലോകത്തിലെ ഒരു പ്രതിരോധ കവചത്തിനും തടുക്കാനാവാത്ത ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളും കേവലം യുദ്ധക്കോപ്പുകളല്ല, അവ ലോക സമാധാനത്തിനുമേൽ തൂങ്ങിക്കിടക്കുന്ന ഭീഷണികളാണ്.